ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദിലീപ് വിഷയത്തിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ മുന്നേ ഒക്കെ കോടതി വിധി വന്നപ്പോഴൊന്നും ഞാനിതിനെക്കുറിച്ച് വലിയ റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണമല്ലോ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ. വെറുതെ അപ്പം ഉണ്ടായ ഒരു ഇതിൽ നിന്ന് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം ഇതിൽ ഞാൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചാൽ കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഞാനും. അതിജീവിതയുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ. കാരണം സ്വാഭാവികമായും നമ്മളെല്ലാവരും നിൽക്കേണ്ടത് നാളെ നമ്മുടെ വീട്ടിലുള്ളവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. നമ്മളെ ആരാണേലും അതിജീവിതയുടെ ഒപ്പം നിൽക്കുള്ളൂ. പിന്നെ ഈ പണത്തിനും ഇതിൻ്റെ പുറകെയും ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ പോകുന്നവർ ചിലപ്പം ഒരുപക്ഷെ മറു സൈഡിൽ നിൽക്കുമായിരിക്കും. സ്റ്റിൽ കോടതി വിധിനെ ഞാൻ മാനിക്കുന്നു. കാരണം കോടതി വിധി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ നമ്മൾ എപ്പോഴും മാനിക്കേണ്ട ഒന്നാണ്. അതിനെ നമ്മൾ വെറുതെ കുറേ വിമർശിച്ചുകൊണ്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം കോടതിയിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത്. അപ്പം അത് എന്തു തന്നെ ആയാലും അത് നമ്മളൊരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം ഇതിൻ്റെ വിഷയത്തിൽ ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ ടാമ്പർ ചെയ്യുകയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് കോടതി വന്ന് ഏതാണ്ട് നമുക്കറിയാം 1700ഓളം മേലെ പേജുള്ള ഒരു കോടതി വിധിയായിരുന്നത്. അപ്പോൾ അവർ ഇത്രയും 8 വർഷക്കാലത്തിൻ്റെ മേലെ നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടം അതിൻ്റെ ഒരു വിധിയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പിന്നെ ഉണ്ടായ ഒരു വിധി അത് നമ്മളെന്തായാലും റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം കൂടുതൽ തെളിവുകൾ ദിലീപിന് ഫേവറബിൾ ആയതുകൊണ്ട് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തി. മേ ബി നാളെ ഇതിൻ്റെ പുറകെ പോയി അടുത്ത ഇതിൻ്റെ മേലെയുള്ള കോടതി പോയാലും ഒരുപക്ഷെ ദിലീപിന് ഫേവറബിൾ തന്നെയായിരിക്കും വിധി വരാം. അത് അപ്പത്തെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു വിധി വരുന്നത്. നമ്മൾ കുറേ പേര് കണ്ട് കോടതിൻ്റെ ഇതിനൊക്കെ പുച്ഛിച്ച് എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മുടെ ഒരു സിസ്റ്റം എന്ത് തന്നെയാണ് നമ്മൾ ആ ഒരു ഇതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇത് നമുക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു വിധിയല്ല കോടതിയിൽ നിന്ന് വന്നേക്കുന്നത്. തീർത്തും ഞാനാണേലും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ കണ്ട ഒരു സംഭവം, ഭാഗ്യലക്ഷ്മിക്ക് നേരെ ഒരു ഫേക്ക് ഫോൺ കോള് വന്നിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ വന്നു, ആസിഡ് ഒഴിക്കും, ദിലീപിനെതിരെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ, ദിലീപ് തെറ്റുകാരനല്ലാന്ന് കോടതി വിധി വന്നപ്പോഴും ഇതിൽ നമ്മൾ ഒരു സാധാരണക്കാരായ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന കുറച്ച് എലമെൻ്റ് ഇതിൽ കൂടെ പോകുന്നുണ്ട്. കോടതി വിധി കഴിഞ്ഞ് ദിലീപ് ഇറങ്ങിയിട്ട് ഉള്ള ഒരു മീഡിയയുടെ മുന്നിൽ നിന്നിട്ടുള്ള ചില സംസാരങ്ങൾ, അതായത് മഞ്ജുവിനെതിരെയാണ് ആദ്യമായിട്ട് ദിലീപ് ഇത് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ അത്ര തെറ്റുകാരനല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഈ റിവഞ്ച് മൈൻഡൊക്കെ നിൽക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇതിനൊക്കെ പേടിക്കുന്നത്? കാരണം 8 വർഷം അനുഭവിക്കേണ്ട പാടില്ലാത്ത എല്ലാ സ്റ്റേജിൽ കൂടെ അനുഭവിച്ചു പോയ ഒരു മനുഷ്യൻ സ്റ്റിൽ ഈ ഒരു റിവഞ്ച് വെച്ചിട്ടാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് എത്രമാത്രം വേറൊരു മൈൻഡ് സെറ്റ് ആണെന്ന് നമ്മുടെ ഈ കേരള ജനതയ്ക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഭാഗ്യലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരാളൊന്നുമല്ല. കാരണം വേടൻ്റെ ഒരു കേസ് വന്നപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ വേറൊരു സൈഡ് ഞാൻ അവിടെ കണ്ടതാണ്. വേടനെ കുറെ ന്യായീകരിച്ചും പിന്നെ ഇത്രയും മോശമായിട്ട് വേടൻ ആ പെൺകുട്ടികളോടൊക്കെ ചെയ്തിട്ട് പോലും വേടന് ന്യായീകരിച്ച് ഭാഗ്യലക്ഷ്മിയുടെ സ്റ്റാൻഡൊന്നും ഒരിക്കലും എന്നെപ്പോലെ ഒരാൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്.
ബട്ട് സ്റ്റിൽ ഇതിൽ അതിജീവിതയുടെ ഭാഗത്താണ് എപ്പോഴും ഭാഗ്യലക്ഷ്മി നിന്നിട്ടുള്ളത്. അതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇതിൽ നിന്ന് കൂറ് മാറിയപ്പോഴും ഭാഗ്യലക്ഷ്മിനെ പോലെയുള്ള കുറച്ച് ഗീതു മോഹൻദാസ്, മഞ്ജു, അതേപോലെയുള്ള ഇവർ നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഇതിന് ഇങ്ങനെയും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ഹേമ കമ്മിറ്റി പോലുള്ള നല്ലൊരു സംഭവം പുറത്തു വരികയും ഒക്കെ ചെയ്തത്. കാരണം അതിൽ കൂടെ കുറേ ഒന്നുമില്ലേലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ചതികളുണ്ടെന്നുള്ള ജനങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് കാരണമാണ്. അപ്പം ഇതേപോലുള്ള കുറേ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു 75% നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ അതിജീവിതയുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിക്കും ഇതേപോലെ ഒരു അനുഭവം വരാൻ പാടില്ല. അത് ഇങ്ങനെ ഒരു ആക്ട്രസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ആ ഒരു ഫീൽഡിലായതുകൊണ്ട് മാത്രമല്ല, നാളെ ഇത് ആർക്ക് വേണേലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മൾ അതിൻ്റെ പക്ഷത്തെ നല്ല മനസ്സുള്ള ആർക്കും അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി നല്ല മനസ്സ് വേണമെന്ന് തന്നെ ഇല്ല. കാര്യങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഒരു ഇതിൽ നിന്നാൽ മതി. ഏത് പൊട്ടനും മനസ്സിലാവും ഇത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. ഇത് കുറേ കാര്യങ്ങളെ കുറേ നേരെ തിരിച്ചിട്ടോണ്ടോ അല്ലെങ്കിൽ കുറേ ഫേക്കായിട്ടുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്ത് കുറേ നോക്കി വായിച്ച മാർട്ടിനെ പോലെ നോക്കി വായിച്ച കുറേ സാധനങ്ങൾ പുറത്തിറക്കിയോണ്ടോ ഒന്നും ഒരിക്കലും ചെയ്ത തെറ്റല്ലാതാകില്ല. അപ്പോൾ അത് ടൈം എടുത്താൽ ഇന്നല്ലേ നാളെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇന്നല്ലേ നാളെ അതിനൊരിതുണ്ടാവും. അത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ 8 വർഷം കൊണ്ട് ആസ് എ ദിലീപ് എന്ന ആക്ടർ എന്തൊക്കെ അനുഭവിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കി. അതും ഒരു കൂട്ടത്തിൽ പറഞ്ഞാൽ ദിലീപിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ്. അതിലും പോരാ, ഇനിയും വരാനിരിപ്പുണ്ട്. ഇതിനെക്കാട്ടി വലിയ ഇത് വരണം. അത് ആ അതിജീവിതം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ അതിന് പാർട്ടായ ഓരോരുത്തർക്കും കിട്ടണം. അത് ഗൂഢാലോചന ചെയ്ത ആൾക്ക് പ്രത്യേകിച്ചും. കാരണം നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത റേപ്പ് കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം, ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കോടതി വിധി വായിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകാവുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ ഇവന്മാരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇങ്ങനെ മൈൻഡ് സെറ്റ് കൊണ്ട് നടക്കുന്നവർ നാളെ ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോരുകയും ചെയ്യും. അപ്പം ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല. ഈ യുദ്ധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക ചെയ്യുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ അടുത്ത് ഞാൻ ഏതൊരു മൂവിയിൽ കണ്ടു, മൂവിയിലാന്ന് തോന്നുന്നു, മൂവിയിലോ സീരീസിലോ ഞാൻ കണ്ടു. കാരണം അതിൽ ഫാർമ എന്ന് പറഞ്ഞ മൂവിയിൽ വെബ് സീരീസിലെ കണ്ടേ ഒരു കൊച്ചു ചോദിക്കുന്നുണ്ട്, നമ്മൾ കോടതി വിധി ജയിച്ചോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് നമ്മൾ തോറ്റത്. കാരണം ഈ പൈസ കൊടുത്ത് ഇങ്ങനെ സംഭവിച്ചവർക്കൊക്കെ പൈസ കൊടുത്ത് അതിനെ വിലയ്ക്ക് വാങ്ങി ഒരു ഇത് ആ സീരീസിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു സീനിലാ കൊച്ച് വീണ്ടും ഇതേ ഡയലോഗ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല, ഇവിടുത്തെ അവസാനിച്ചു, ഇനി അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഇതിന് മേലെയുള്ള സ്ഥലത്ത് ചെന്നിട്ട് വീണ്ടും നമ്മൾ ക്ഷമയോടെ കൂടി കാത്തിരുന്ന് വീണ്ടും അതിൻ്റെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ കേസിനും സംഭവിക്കാൻ പോകുന്നത്. ഇതുകൊണ്ടൊന്നും ലോകം അവസാനിച്ചിട്ടില്ല. പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതൊരു ബൂമറാങ്ങാണ്. തെറ്റ് ചെയ്തവൻ എന്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ബലം അനുഭവിച്ചേ മതിയാവുള്ളൂ.